ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഒരു അഭിമാന ഗേഹം എന്ന നിലക്കായിരുന്നു ഈ ബാബറി മസ്ജിദിനെ അത് പൊളിക്കുന്ന കാലത്ത് ലോകം നോക്കിക്കണ്ടത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നോക്കി നിൽക്കെ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും നെഞ്ചത്തടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ നേരിട്ട് നോക്കി നിൽക്കുകയാണ് അവിടെ കയറിയിട്ട് ഇവിടുത്തെ മുശ്രിക്കുകൾ, ഹൈന്ദവ തീവ്രവാദികൾ, സംഘപരിവാറുകാർ ആ പള്ളി കൊത്തിപ്പൊളിച്ച് തകർത്ത് അവിടെ സിർക്കിൻ്റെ ആലയം പണിതത്, അല്ലെങ്കിൽ സിർക്കിൻ്റെ ആലയം പണിയാനുള്ള ശ്രമം നടത്തിയത് ഇപ്പോഴും അത് സിർക്കന്മാരുടെ കയ്യിലാണ്. ആ പള്ളി പുനഃസ്ഥാപിക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും കഴിയാത്ത വിധത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. അപ്പോൾ മുസ്ലിം ലോകം മൊത്തത്തിൽ അവരുടെ ഒരു അഭിമാന പ്രശ്നമായി നോക്കിക്കണ്ട് ഈ ബാബറി മസ്ജിദ് ഈ കോലത്തിൽ പൊളിച്ച് തരിപ്പണമാക്കി നിരത്തുമ്പോൾ അള്ളാൻ്റെ കിളികൾ എവിടെയായിരുന്നു? അപ്പോൾ അള്ളാഹുവിന് ഈ ഏർപ്പാടൊന്നുമില്ല. അള്ളാഹുവിന് ഏർപ്പാടുണ്ടെങ്കിൽ അള്ളാഹു കാബ സംരക്ഷിക്കാൻ, ഹജ്ജാജ് കാബ ആക്രമിക്കാൻ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ കിളികൾ അവിടെ കാണണമായിരുന്നു. ബൈത്തുൽ മുഖദ്ദിസ് ജൂതന്മാരെ പിടിച്ചടക്കിയപ്പോൾ അള്ളയും കിളികളും അവിടെ കാണേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മലക്കുകളും കിളികളും അവിടെ ഉണ്ടാവേണ്ടിയിരുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അള്ളയും കിളികളും മലക്കുകളും അവിടെ കാണേണ്ടിയിരുന്നു. ഇവിടെ എവിടെയും അള്ളാഹിനെയും കിളികളെയും കാണുന്നില്ല. അപ്പോൾ ഈ പൊട്ടക്കഥയ്ക്ക് എത്രമാത്രം സാധുതയുണ്ട് എന്ന് നമുക്ക് ചരിത്രബോധമുള്ളവർക്ക്, യുക്തിബോധമുള്ളവർക്ക് വേറൊന്നും ആലോചിക്കേണ്ടതില്ല. ഇതൊരു പൊട്ടക്കഥയാണെന്നും ഇതന്ന് എന്തോ കാരണത്താൽ അബ്രഹത്തും കൂട്ടരും ഇവരെ ഒന്ന് മിരട്ടണം എന്നേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഇവർ പോയി അവഹേളിച്ച സമയത്ത് അവരെ ഒന്ന് മിരട്ടാൻ വേണ്ടി ഞങ്ങൾ യുദ്ധത്തിന് വരികയാണ്, ഞങ്ങൾ നിങ്ങളെ കാബ പൊളിക്കും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആ വീമ്പ് പറഞ്ഞു. പക്ഷേ അവർ വന്നിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ദൂരം വന്ന് അവരെന്തോ കാരണത്താൽ വേണ്ടെന്ന് വെച്ച് തിരിച്ചുപോയി. അതല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബും അവരും തമ്മിലുള്ള ചർച്ചയിൽ ഒരു ചെറിയ ഒത്തുതീർപ്പാക്കി നിങ്ങൾ പോയിക്കോളി സാരല്ല എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. ഇത്രയേ സംഭവം നടന്നിട്ടുള്ളൂ. ഈ ഒരു കുഴിയാനയോലം പോകുന്ന ഈ സംഭവത്തെയാണ് വലിയൊരു സംഭവമായിട്ട്, ആനക്കലഹമായിട്ട് അവിടെ അവർ പിന്നീട് പ്രചരിപ്പിച്ചത്. കാരണം മുശ്രിക്കുകൾക്ക് അവരുടെ കാബയുടെ, അവരുടെ ഹജ്ജിൻ്റെയും അവരുടെ അവിടെ നടന്നിരുന്ന ആരാധനയുടെയും ഒക്കെ പോരിശ പ്രചരിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അവർ കുറേ നുണക്കഥകൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കി. ഇങ്ങനെ ഓരോ സംഭവത്തിനും അവരുടെ ദൈവങ്ങളുമായിട്ട് വെച്ച് കെട്ടിയിട്ട് കഥകൾ മെനഞ്ഞുണ്ടാക്കുക എന്നുള്ളത് അവരുടെ നല്ല എല്ലായിടത്തും ഉള്ള ഒരു പതിവായിരുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു പൊട്ടക്കഥ മുഹമ്മദ് ചെറുപ്പത്തിലേക്ക് കേട്ടു. ആ കേട്ട കഥ മൂപ്പര് അള്ളാഹിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് ഇതിനകത്ത് ചേർത്തു. അള്ളാഹ് ഇത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ശുദ്ധ അസംബന്ധമാണ്. കാരണം അള്ളാഹ് ഇത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. 300 ചില്ലാനം ദൈവങ്ങൾ അവിടെ വേറെ ഉണ്ട്. പിന്നെ എന്തിനാ അള്ളാഹ് ഒറ്റയ്ക്ക് ഇത് ഏറ്റെടുക്കുന്നത്? ഇനി അങ്ങനെ ഒരു സംഭവം ഒരു അത്ഭുതം നടന്നാൽ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് എങ്ങനെ അള്ളാഹ്ക്ക് കിട്ടുന്നത്? കാരണം അവിടെ 300 ചില്ലാനം ദൈവങ്ങൾ ആരാധിക്കുന്ന ഒരു ദേവാലയത്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുകയും ആക്രമിക്കാൻ വന്നവർ പരാജയപ്പെടുകയും ചെയ്തെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആ 300 ദൈവങ്ങളും പങ്കിട്ടെടുക്കുകയല്ലേ ചെയ്യാം. സ്വാഭാവികമായിട്ടും മനുഷ്യർ അങ്ങനെയല്ലേ ധരിക്കുക, നമ്മുടെ ദൈവങ്ങളെ ആക്രമിക്കാൻ വന്നു, നമ്മളെ ദൈവങ്ങൾ അവരെ ഓടിച്ചു, അത്രയല്ലേ ഉള്ളൂ അതിനകത്ത്. അതിൽ അള്ളാഹ് മാത്രമാണ് ഓടിച്ചതെന്ന് എങ്ങനെ പറയാം? അള്ളാഹ് മാത്രമല്ലല്ലോ അവിടെ ദൈവം, അവിടെ ഒരുപാട് ദൈവങ്ങളുള്ള സമയത്തല്ലേ. അള്ളാഹിൻ്റെ പോരിശയാണെങ്കിൽ അള്ളാഹ് മാത്രമുള്ള സമയത്ത്, ഹജ്ജാജ് വന്ന സമയത്ത് കാണേണ്ടതായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് കാബയിൽ അക്രമം നടത്തുന്ന സമയത്ത് കാണണമായിരുന്നു. അതല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസിൻ്റെ ജൂതന്മാർ ബൈത്തുൽ മുഖദ്ദിസ് ആക്രമിച്ച സമയത്ത് കാണണമായിരുന്നു. അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് കാണണമായിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആരാധന നടത്തുന്ന ഒരു ആരാധനാലയത്തിനും അള്ളാഹു ഒരു അത്ഭുതം കാണിച്ച് സംരക്ഷിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമ്മൾ കാണുന്നില്ല. പിന്നെ ഈ മുശ്രിക്കുകൾ സിർക്ക് ചെയ്തിരുന്ന ആരാധനാലയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതും സിർക്കന്മാർ തൗഹീദിനെ അവഹേളിച്ചതിന് പകരം വീട്ടാൻ വന്ന സമയത്ത് ഈ സിർക്കിൻ്റെ പക്ഷം നിന്നുകൊണ്ട് ഇത് സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ് അള്ളാഹ്ക്ക് എന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇത്തരം പൊട്ടക്കഥകളൊക്കെയാണ് ഈ ഖുർആനിൽ നിരനിരയായിട്ട് മുഹമ്മദ് നിരത്തി വെച്ചിട്ടുള്ളത്. മുഹമ്മദ് കേട്ടറിഞ്ഞിട്ടുള്ള സകലമാന കഥകളും ഇതുപോലെ ഖുർആനിൽ എഴുതി വച്ചിട്ടുണ്ട്.